മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കണില്ലല്ലേ? തായ്ലൻഡ് തായ്ലൻഡ് തായ്ലൻഡ്. ഈ പിള്ളേരെ തലവട്ടം കണ്ടോടുകൂടി എന്റെ തലവരെ തിരിക്കും. എന്ത് നോക്കണ്? ഞാൻ പറഞ്ഞവരും ഒന്നും പ്രവർത്തിച്ചുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സ്വയം പിന്മാറിയാണ് ഈ യാത്രയെന്ന്. എനിക്ക് അത്രേ പറയാനുണ്ട്. അച്ഛൻ ആദ്യമേ ഞാനില്ല എന്ന് പറഞ്ഞ് പിന്മാറിയതിന്റെ ലക്ഷ്യവും എൻ്റെ ഉദ്ദേശമൊക്കെ നമുക്കറിയാം കേട്ടാ. കേശു, ഞാൻ സാധാരണ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചില്ല. ഞാൻ മനസ്സറിഞ്ഞ് പിന്മാറുകയാണ്. എനിക്ക് തായ്ലൻഡോ തായ്വാനോ താഴ്ചയോ ഒന്നും കാണണ്ട. എനിക്ക് ഗുരുവായൂർ പോകണം. ഗുരുവായൂരപ്പന് കൺകുളിർക്കൊന്ന് തൊഴണം. ഇത്രേ വേണ്ടു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇപ്പൊ പറഞ്ഞ ഗുരുവായൂരപ്പനെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുമോ? അച്ഛന് തായ്ലൻഡിൽ പോലെ യാതൊരു ആഗ്രഹവും ഇല്ലെന്ന്. എന്താ ഗുരുവായൂരപ്പോ? ഉത്തരം കിട്ടിയില്ല. അതിലെല്ലാം ഉണ്ട്. ഇതിനെ കൊന്നാലും അച്ഛൻ സത്യം പറയില്ല. മക്കളെ, ഇവിടെയുള്ള ആരെക്കാളും നീയാണ് എന്നെ ബുദ്ധിമുട്ടിക്കണേ. ഇവരൊക്കെ വളർന്ന് വരാൻ ശേഷമാണ്. പക്ഷേ നീ ജനിച്ചന്ന് പോലെ അച്ഛന് കോടാലിയാണ്. അച്ഛാ, ചുമ്മാ സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോയല്ലോ അച്ഛാ. സത്യം പറ, അച്ഛന് അമ്മയുടെ തായ്ലൻഡിൽ പോകണം ആഗ്രഹമില്ലേ? എടാ, ഞാൻ സത്യം പറ, എനിക്ക് ഉറക്കമില്ലടേ. കണ്ണടച്ചാൽ ഞാൻ തായ്ലൻഡ് എയർപോർട്ടിലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എനിക്ക് ഭാഗ്യമില്ലടേ, അങ്ങനെ സമ്മാനിച്ചോളാം. അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ ആഗ്രഹം എന്തായാലും നടക്കും. ഇനി എവിടെ അടക്കാൻ? ഈ യാത്ര എനിക്ക് വിധിച്ചിട്ടില്ലത് എനിക്ക് ആദ്യമേ അറിയാം. അതിലാ ഈ ആദ്യമേ പിന്മാറിയത്. അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ വിഷമിക്കോടാ, ഞാൻ വിഷമിക്കും. ഞാൻ ഒരു പച്ചായ മനുഷ്യനാണ്. എടാ, ഭാര്യ തായ്ലൻഡിൽ, ഞാൻ കണ്ട സൈറ്റിൽ പൊടിയും മണ്ണും അഴുക്കും പിടിച്ച് തുമ്മണോടാ തന്നെടാ. എന്റെ ഈ മഹത്തായ ജീവിതത്തിൽ എന്റെ ഈ 4 ജീവിതത്തിൽ എന്നെ പോലെ ഒരു ഗതികെട്ട ഞാൻ കണ്ടിട്ടേ ഇല്ല. ആര് പറഞ്ഞു? അച്ഛനാണ് ഭാഗ്യവാൻ. ഇഷ്ടപ്പെട്ട് ജീവിതം കിട്ടിയ ആളാണ് അച്ഛൻ. ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ച് ഇഷ്ടപ്പെട്ട അത്രയും മക്കളെ കിട്ടി. പിന്നെ അച്ഛൻ തോന്നി പോലെയാണ് ജീവിക്കണത്. എന്നെ എല്ലാവരും കൂടെ ഒതുക്കിട്ടെ സമാനിപ്പിക്കേണ്ടി വന്നൊക്കെയാണോ? അതൊക്കെ പോട്ട്. നിങ്ങൾ ആരാണ് അമ്മയോടെ പോണത്? എന്തിനാ? നേരത്തെ അറിഞ്ഞിട്ട് കാലല്ലേ ഓടിക്കാനാണോ? യേശു, പറ, ആരാണ് പോണത്? പറ പറ. പറയില്ല? പറയടേ. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആര് പോയാലും എത്ര ദിവസത്തേക്കാണ് പോണത്? 5, 20 തൊട്ട് 25 വരെ. 25 വരെ 5 ദിവസം. ഈ 5 ദിവസം തായ്ലൻഡിൽ കൊടുമ്പിരിക്കൊണ്ട മഴയും ബന്ധുവായിരിക്കും. അവിടെ തായ്ലൻഡിൽ ബന്ധില്ല. അവിടെ ബന്ധുണ്ട്. അവിടെ ബന്ധു, തായ്ലൻഡിൽ ബന്ധുണ്ട്. ഇവിടെയാണ് ഹർത്താല്. കളിയല്ലേ? എന്തായാലും ഞങ്ങളൊരു തീരുമാനം എടുക്കും. കുറച്ച് നല്ല തീരുമാനം. അമ്മയുടെ ഒപ്പം തായ്ലൻഡിൽ പോണത് അച്ഛനായിരിക്കും. അച്ഛൻ സത്യമായിട്ടും മുടിയാ ക്യാഷ് ലച്ചു ശിവ ശിവയില്ല. അമ്മ പലചരക്ക് സാധനം മേടിക്കാൻ കടയിൽ പോയി. കടയിൽ പോയേക്കുക, ജംഗ്ഷൻ വരെ പോയേക്കുക. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമ്മുടെ ഫോൺ കിടന്നടിക്കുന്നു. സുഷമ ആന്റിയാ? ഹലോ ആന്റി, ലച്ചുവാ. എവിടെ? ആഹാ, കസിന്റെ വീട്ടിലാ. എന്താ പരിപാടി? ആഹാ, അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാട്ടോ. അമ്മേ, അമ്മ. സുഷ്മയാണോ? അമ്മ അവിടെ ഉണ്ടെങ്കിൽ ചെവി ഇങ്ങോട്ടാണല്ലോ. അമ്മ പിന്നെ സുഷ്മേ എവിടെ? ഓ, അത് ശരി. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ അടിച്ചു വിളിക്കുകയാണ്. നടക്കട്ടെ. ഞാനും പാലും കൂടിയാ പോണേ. 20-ാം തീയതി അല്ലേ? നമുക്ക് നാളെ ഓഫീസിൽ കാണാം. ഓ, ശരി. സുഷ്മന്റെ കസിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. രണ്ടുപേരും അവിടെയാ. പിള്ളേര് വീട്ടിലിട്ടിട്ട് അവർ രണ്ടുപേരും അടിച്ചു വിളിച്ച് നടക്ക ഇങ്ങനെ. അമ്മ, ഇപ്പൊ തായ്ലൻഡ് യാത്രയ്ക്ക് വേണ്ടി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തണ്ടേ? എന്ത് പർച്ചേസിങ്? ഒരു പർച്ചേസിംഗും ഇല്ല. പോയിട്ട് ഇങ്ങോട്ട് പോരും, അത്രേ ഉള്ളൂ. അപ്പൊ വരുന്ന തിങ്കളാഴ്ച അമ്മയും അച്ഛനും പറക്കുകയാണ്. അച്ഛനും അമ്മയും അച്ഛനും നമ്മളെല്ലാം മറക്കും. അങ്ങനെ മറക്കോ? പാർക്കുടിനെ മറന്നിട്ട് പോകാൻ പറ്റുമോ അമ്മയ്ക്ക്? അങ്ങനെ അതൊക്കെ പോട്ടെ. നിങ്ങളെന്താ ഞങ്ങളെ രണ്ടുപേരും വിടാൻ തീരുമാനിച്ചത് തായ്ലാൻഡിലേക്ക്? നിങ്ങൾക്ക് വരണ്ടേ? അല്ല, അത് പിന്നെ നമുക്ക് ഇനിയും പോവാലോ, അതിനുള്ള സമയമുണ്ട്. അപ്പൊ അമ്മയച്ഛനും ഇന്നേരം പുറത്ത് ഇങ്ങനെ ഒരു അടിപൊളി യാത്ര പോയിട്ടില്ല. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അതന്നെ, അച്ഛനും അമ്മയും സന്തോഷിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം.
അച്ചോടാ തക്കനമത്തിന് അതാണോ ഇഷ്ടം ഒരു മന്നി ആ എല്ലാവരും നിൽക്കായിരുന്നാ മക്കളെ കോൾ അടിച്ചടാ. എന്താ എഞ്ചിനീയർ അടുത്ത് ഞാൻ നിന്റെ കൂടെ തായ്ലൻഡ് പോണ കാര്യം പറഞ്ഞു. അങ്ങനെ ഇവിടെ തന്നെ പേഴ്സ് തുറന്ന് ഒരു 10,000 രൂപയ്ക്ക് എടുത്ത് ഞാൻ ഷൂസ് വാങ്ങിച്ചു. പൊളിക്കന്നെ അല്ലേ? പോണതിന് മുമ്പേ എല്ലാവർക്കും അച്ഛൻ്റെ ചെലവ് പാർട്ടി. ഓക്കെ ബാലു ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. സത്യത്തിൽ എനിക്ക് ഈ തായ്ലൻഡിൽ പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നമുക്ക് ഓഫീസിൽ നിന്ന് 3 ലക്ഷം രൂപയല്ലേ ടൂറിന് പോകാൻ വേണ്ടിയിട്ട്, അതായത് തായ്ലൻഡിൽ പോകാനായിട്ട് അനുവദിച്ചിരിക്കണത് അല്ലേ? ആ നമ്മളിത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 1.5 ലക്ഷം രൂപ നമുക്ക് കയ്യിൽ തരും. അപ്പോൾ പിന്നെ നമുക്ക് ആ കാശിങ് മേടിച്ചാൽ പോരെ? ടിക്കറ്റ് എന്തായാലും അവർ നാളെ ബുക്ക് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ആ കാശിങ് മേടിക്കാം അല്ലേ? എന്തു പറയണ്? എന്തു പറയണ്? നീ എന്താണ് തീരുമാനിക്കണോ അത് തന്നെ. അമ്മ എന്തോ അമ്മ പൈസ മാത്രം നോക്കണ്ട, അമ്മ പോയിട്ട് വാ. ആ ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വാന്നേ, പോയിട്ട് വാ. എന്താന്ന് 1.5 ലക്ഷം പോലും പോയെന്ന്. അമ്മ അച്ഛനും പോയാൽ പറ്റും. നോക്കടേ കൊച്ചു നിർബന്ധിക്കണ്. എനിക്ക് പറ്റില്ല ബാലു, ഞാൻ കാര്യമായിട്ട് പറയണതാ. എനിക്ക് ഈ പിള്ളേരെ കിട്ടിയിട്ട് നമ്മൾ രണ്ടുപേരും മാത്രം പോവാ, അതെന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പാറു ഒന്നും ആലോചിച്ച് നോക്കിയേ, പാറുവിനെ ഇവിടെ ഇട്ടിട്ട് പോകണം, നമ്മൾ രണ്ടുപേരും കൂടെ ടൂറിന് പോകണത്. ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 2 പേർക്ക് പോവാന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഞാനും കൂടി ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ വെറുതെ പറഞ്ഞതാ. ആർക്ക് വേണമെങ്കിലും പോവാ വീട്ടിൽ നിന്ന്, 2 പേര് പോകണമെന്നേ ഉള്ളൂ. അതിപ്പോ ഞാൻ തന്നെ വരണമെന്നില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും പോയിക്കോ 2 പേര്, ആര് പോയാലും മതി. നിങ്ങൾ തന്നെ തീരുമാനിക്കേ ആര് പോകണമെന്നുള്ളത്. ഇനിയിപ്പോ ഞാനില്ല ലച്ചു, നീ വേണമെങ്കിൽ പോക്കോ. ഞാനൊന്നും പോണില്ല. കേശുവേ നീയും അച്ഛനും വേണമെങ്കിൽ പോക്കോ. അച്ഛാ അച്ഛനും ശിവയോ അല്ലെങ്കിൽ അച്ഛനും പാറും പോ, ഞാനില്ല. ഓ അങ്ങനെ ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് വേണ്ട. നമുക്ക് തായ്ലൻഡും സ്വിറ്റ്സർലൻഡൊക്കെ നമ്മളെ തന്ന വീട് തന്നെ. നീ ആ പൈസ വെച്ച് ബാങ്ക് ഇട്. അല്ല പിന്നെ ഭാവി പ്രശ്നമൊന്നും ഇല്ലല്ലോ. എനിക്കത് പിള്ളേരെ നിങ്ങൾക്കോ? അങ്ങനെ ബാലു ബാലുവിന് കുടുംബമാണ് വരും. ഞാൻ ഇത് കുറച്ച് കിടക്കട്ടെ. നീലേ ആ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്ന വിളിച്ച് പറ. അവര് ടിക്കറ്റ് ബുക്ക് ചെയ്താലേ ആകെ പ്രശ്നമാവും. ജോയ് അച്ചോ അച്ഛാ അച്ഛേ കിടന്ന് കരയണ ബാലു അവർ പച്ചായ മനുഷ്യരാണ്. എന്തുമാത്രം ചോദിച്ചെന്നറിയാമോ? പെട്ടെന്ന് യാത്ര ക്യാൻസൽ എന്ന് പറഞ്ഞാൽ കരയല്ലോ അവരെ.